السلام عليكم ورحمة الله وبركاته. كيف الحال؟ تمام زين الحمد لله بخير. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിനെ എങ്ങനെ പറയും അറബിയിൽ എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഉമ്മി, ഉമ്മക്ക് ഉമ്മി, എൻ്റെ ഉമ്മ. ചിലപ്പോൾ വിളിക്കുമ്പോൾ ഉമ്മാന്ന് വിളിക്കും, ഉമ്മാന്ന് തന്നെയാണ് വിളിക്കുക. സ്നേഹത്തിൽ വിളിക്കുമ്പോൾ ഉമ്മാന്നാണ് വിളിക്കുക. പലരും അവിടെ മനസ്സിലാക്കിയെടുത്ത് പേച്ചിട്ടുണ്ട്. ചിലർ വിചാരിച്ച് ഉമ്മീന്നാണ്. ഉമ്മീന്ന് വിളിക്കൽ വളരെ കുറവാണ്. മറ്റുള്ളവരത്തിൽ അഭിസംബോധനം ചെയ്യുമ്പോഴാണ് ഉമ്മീന്ന് പറയാം. ഉമ്മ എന്നാണ് വിളിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും ഉമ്മീന്ന് അബി, അബി എന്ന് പറഞ്ഞാൽ ബാപ്പ, ഉമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മ. ഉഖ്ത് അഹു, ഉഖ്ത് പറഞ്ഞ സഹോദരി, അഹു എന്ന് പറഞ്ഞാൽ സഹോദരൻ. അവിടെ എൻ്റെ സഹോദരി, എൻ്റെ സഹോദരനാക്കണേ അവസാനത്തിൽ യാ ഇട്ടാൽ മതി. ഉഖ്തി അഹി എന്ന് പറഞ്ഞാൽ മതി. ഇബിൻ ഇബ്നതി, ഇബിൻ പറഞ്ഞാൽ മകൻ, ബിന്ത് എന്ന് പറഞ്ഞാൽ മകളാണ്. ഇബ്നി എൻ്റെ മകൻ, ബിന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എന്നാണ്. ശരി. സൗജ് സൗജത്തി, സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവും, സൗജത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ. എൻ്റെ ഭർത്താവ് എന്നുള്ള അവസാനത്തിൽ യാ കൊടുക്കുക. സൗജി, സൗജത്തി എന്നതുപോലെ. ഇനിയിപ്പോൾ ഉപ്പാപ്പാക്ക് ജദ്, ജദ്ദത്ത്. എൻ്റെ ഉപ്പാപ്പ ജദ്ദി, ജദ്ദത്തി. പിന്നെ മകൻക്ക് വലദ് എന്ന് പറയലുണ്ട്. സാധാരണ ഓരോ കുട്ടികളെ പേടിപ്പിക്കും. യവലദ് എന്നാണ് പറയാ. യവലദ് അതങ്ങനെ ചെയ്യരുത് എന്നാണ്. വലദ് എന്ന് പറയുന്നത് മകൻ എന്നാണ് വിളിക്കുക, മോനെ എന്നാണ്. യബിന്ത് എന്ന് പറയും. ബിന്ത് എന്ന് പറഞ്ഞാൽ മോളെ എന്നാണ്. വാലിദ് അല്ല കേട്ടോ. വാലിദ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്ന അർത്ഥത്തിനാണ്. വാപ്പാക്ക് ചിലപ്പോൾ വാലിദ് എന്ന് പറയും. വലദ് എന്ന് പറഞ്ഞാൽ മകനാണ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടിയാണ്. അമ്മത്ത് അത് വാപ്പൻ്റെ സഹോദരി, സഹോദരൻ. ഓക്കെ. ഖാൽ, ഖാലത്തി ഉമ്മാൻ്റെ സഹോദരൻ, സഹോദരി. ഈ രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി അടുത്ത ക്ലാസ് ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.